ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടാൽ നമ്മൾ കൊല്ലം ആശ്രാമത്തുള്ള വണ്ടർ വാട്ടർ ഫാൾസിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്നാണ് നമ്മൾ വന്നവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് താമസിച്ചു കേട്ടോ. കാര്യം ആമ്പിള്ളേരെ കിട്ടണ്ടേ, വണ്ടി ഓടിക്കണമെങ്കിൽ ആമ്പിള്ളേർ വേണം. അവന്മാർ ഓണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പൊക്കെ ആയി നടക്കുകയായിരുന്നു. അങ്ങനെ താണ്ടേ നമ്മളെ കുളിച്ചുല്ലസിക്കാം എന്നുള്ള വണ്ടർ വാട്ടർ ഫാൾസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇത്രയും ജനങ്ങൾ താണ്ടി വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. തിരക്കുണ്ടായതുകൊണ്ട് കുറേശ്ശെയാണ് ആൾക്കാരെ അകത്തേക്ക് വിടുന്നത്. അങ്ങനെ വേണ്ട തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ 2 ക്യൂ ആയിട്ട് ആക്കി കേട്ടോ പോലീസുകാർ വന്നിട്ട്. അങ്ങനെ ക്യൂവിൽ ഇടയ്ക്കൂടെ കയറി ഞങ്ങൾ പോയി. ഞങ്ങൾക്കതൊന്നും ഒരു പുത്തരിയല്ല. അങ്ങനെ എല്ലാവരും കൂടെ ഇടയ്ക്കൂടെ കയറി അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ മെയിൻ സാധനമാണ് കേട്ടോ, നമ്മളെ വെള്ളച്ചാട്ടം. അവിടെ ചെന്നപ്പോഴത്തേനും വെള്ളം ഒരു സൈഡിലേ ഉള്ളൂ, ഒരു സൈഡിൽ ഇല്ല. അങ്ങനെ പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുന്ന് പോയിട്ടേ അപ്പുറത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് കേട്ടോ. ഡാൻസും മറ്റേ ഡൈനിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ഉയരം പേടിയായതുകൊണ്ട് തന്നെ കയറിയില്ല. അതുകൊണ്ട് വേറെ ആർക്കും കയറാൻ പറ്റില്ല കേട്ടോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരും കയറുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മക്കൾക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒന്ന് കൊണ്ടുപോയതാണ് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിടിച്ചിറക്കാൻ പാടൊന്നുണ്ട്. നമ്മളിവിടെ കുളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഡ്രസ്സ് മാറാനും എല്ലാം ഉള്ള സൗകര്യം എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ DJയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അടിച്ച് പൊളിച്ച് എല്ലാവരും ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ടീംസുണ്ട്, കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഡാൻസും ഒക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ പോലും അവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേശ്ശെ ആൾക്കാരെ വിടുന്നുള്ളൂ. ഞാൻ പിന്നെ പിള്ളേരെയൊക്കെ പിടിച്ച് ഞങ്ങൾ അതിനകത്തൂടെ നിറങ്ങി അകത്തേക്ക് ചെന്നപ്പോഴത്തേനും ഫസ്റ്റിൽ തന്നെ നമ്മൾ കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ. ബേഡ്സിൻ്റെ ഇതായിരുന്നു ആദ്യം. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേനും നല്ല അതൊക്കെ ഒന്നിച്ച് പറക്കുന്ന കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ അതോട്ട് പോകുന്ന വഴിക്കായിരുന്നു നമ്മൾ മറ്റേ പാമ്പിൻ്റെ ഇത്. അയ്യോ, അത് കണ്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ കണ്ണും അടച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ട് നടന്നത്. വീണാലും സാരമില്ല, എനിക്ക് ആ പാമ്പിനെ കണ്ടായേന്ന് പറഞ്ഞാൽ നടന്നത്. എത്രത്തോളം വീഡിയോ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. എടുത്ത് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി. അവിടെ താണ്ടെ തേനീച്ച താണ്ടെ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പോലത്തെ ഒരിതും എല്ലാം സെറ്റ് ചെയ്ത്, തുമ്പിയും വണ്ടും എല്ലാം. പിന്നെ മറ്റേ സെൽഫി ഇതും എല്ലാം ഉണ്ടായിരുന്നു. സൂര്യകാന്തിയൊക്കെ നശിപ്പിച്ചിട്ടേക്കുന്ന കേട്ടോ. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഭംഗി നമുക്കതിനകത്ത് കിട്ടിയില്ല. കാര്യം സൂര്യകാന്തി എല്ലാം പോയി. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് ചെന്നപ്പോഴത്തേനും അവിടെ ഫിഷ് ടാങ്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും അതിനകത്ത് ഒരാളുണ്ടായിരുന്നു. അയാളെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് കിട്ടിയില്ല കേട്ടോ. എത്രയും ചെല്ലിയാണ് ഈ തിരക്കിൽ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് ചെന്നപ്പോഴത്തേനും അവിടെയും മത്സ്യകന്യക ഉണ്ടായിരുന്നു. അത് കുറച്ച് കിട്ടി കേട്ടോ. മോന് കാണാൻ വയ്യെന്നും പറഞ്ഞ് എടുത്ത് പൊക്കിയൊക്കെ കാണിച്ചു. അങ്ങനെ നേരെ അടുത്തടുത്ത് ചെന്നപ്പോഴത്തേക്കും കണ്ട് ഈ തോടിനുള്ളിലിരിക്കുന്ന ഈ പെങ്കൊച്ചിനെ ഞങ്ങളെ ഗ്രൂപ്പിൽ വന്ന് ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എൻ്റെ ആവശ്യമായിപ്പോയില്ലേ വീഡിയോയിൽ. അങ്ങനെ ചുമ്മാ പോയി നോക്കിയപ്പോഴാണ് അതിനകത്തൊരു കൊച്ച് കേട്ടോ. കൊച്ചിൻ്റെ അത്രയേ ഉള്ളൂ, കാണാനായിട്ട് പറ്റത്തില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ നേരെ ഇതെല്ലാം കണ്ട് കപ്പലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെയൊക്കെ കയറണമെങ്കിൽ മക്കളെയും കൊണ്ട് നല്ല പാടുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ നേരെ അകത്തേക്ക് ചെന്നപ്പോഴത്തേന് അവിടെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. കച്ചവടക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കച്ചവടക്കാരുടെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയപ്പോഴത്തേനും ലാസ്റ്റ് എത്തിയപ്പോഴത്തേനും ഒരു വാച്ചിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വാച്ചിൻ്റെ ഷോപ്പ് കണ്ടപ്പോഴത്തേനും എൻ്റെ മോനിക്ക് വാച്ചില്ലാതെ പോകത്തില്ല. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഞാൻ വാച്ച് മേടിച്ച് കൊടുത്തു. ആ സങ്കടം കണ്ട ആരാ മേടിച്ച് കൊടുക്കാത്തത്. അങ്ങനെ വാച്ചൊക്കെ മേടിച്ച് കൊടുത്തപ്പോഴത്തേനും അതല്ലമ്മേ മറ്റേതാന്നുള്ള കരച്ചിലായി. അങ്ങനെ ഞാൻ പിടിച്ചെടുത്തുകൊണ്ട് പോയി കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേനും താണ്ട കിടക്കുന്നു. അവിടുത്തെ കളിപ്പാട്ടം കണ്ട് അതും മേടിച്ചു 2 എണ്ണം. അങ്ങനെ അതൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അവിടുന്ന് ഫെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഫെസ്റ്റ് എല്ലാവരും പോയി കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്ടർ ഫാൾസ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കൊല്ലം പള്ളിമുക്കിലാണ് പോയത്. അവിടെ ചെന്നപ്പം ഷോപ്പ് ഫുള്ള് ആളാണ് കേട്ടോ. ഒരിടത്തും സ്ഥലമില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ പോയ വഴി തന്നെ തിരിച്ചു വന്നു. അവിടെയും ജസ്റ്റ് മിസ്സിനാണ് കേട്ടോ കിട്ടിയത്. നമ്മളെ ഗ്രീൻ ഹയാത്താണ് പള്ളിമുക്ക് പോളയത്തോടുള്ള. അങ്ങനെ ഞങ്ങൾ അവിടെയും ഫുഡ്
കഴിയാറായിരുന്നു. അങ്ങനെ പിന്നെ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. നമ്മൾ ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ക്രീമി അൽഫാമാണ് കേട്ടോ. ക്രീമി അൽഫാമൊക്കെ ഓർഡർ ചെയ്തൊക്കെ വന്നു. പിന്നെ കിഴി പൊറോട്ട ഉണ്ടായിരുന്നു, അതും വന്ന്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ലെമൺ സോഡ, അങ്ങനെ അതൊക്കെ കുടിച്ച് നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം.